ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കഴിക്കാൻ കുറച്ച് ലേറ്റായേ. ആ ഇലയങ്ങ് തുറന്നപ്പോഴത്തേക്കും നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുമായിരുന്നു കഴിക്കാൻ. ചിക്കൻ കറിയും വാഴയ്ക്കത്തോരനും കിഴങ്ങും മെഴുക്കുവരട്ടിയും മുട്ട പൊരിച്ചതും ചമ്മന്തിയായിരുന്നു കേട്ടോ കറി. അപ്പോഴത്തേക്കും സമയം 3:30 ആകാറായിട്ടുണ്ടായിരുന്നേ. കാശി അംഗൻവാടി വിട്ട് വരുന്ന സമയം കേട്ടോ. അവന് വേണ്ടി ഞാൻ പാല് കാച്ചാൻ വേണ്ടി വയ്ക്കുവാണേ. സാധാരണ അവൻ അംഗൻവാടി വിട്ട് വരുമ്പോൾ ഞാൻ പാല് കൊടുക്കാറുണ്ടേ. അവൻ വരുന്നതിന് മുമ്പ് ഞാൻ പാലെടുത്ത് വെക്കും കേട്ടോ. അതാ കറക്റ്റ് സ്ഥലത്ത് കണ്ടില്ലെങ്കിൽ നല്ല ബഹളമായിരിക്കുമേ. പാലിൽ ഞാൻ ഹോർലിക്സ് ഇട്ടാട്ടോ കൊടുക്കുന്നത്. മധുരത്തിന് വേണ്ടി ഒരു ഇച്ചിരി പഞ്ചസാര ചേർക്കുവേ. കാശിക്ക് പൊതുവേ പഞ്ചസാരയോട് വലിയ താല്പര്യമില്ല കേട്ടോ. എന്നാലും മധുരത്തിന് വേണ്ടി ഞാനൊരു ഇച്ചിരി പഞ്ചസാര ചേർക്കുവേ. അവന് പാലും എടുത്ത് വെച്ച് ഞാൻ എനിക്കുള്ള ചായ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഞാൻ കഴിക്കാനുള്ള അടയും അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞാൻ കയ്യോടെ അരി കഴുകി അടുപ്പത്തിട്ടു കേട്ടോ. ഞാൻ സാധാരണ വിറകടുപ്പിലാണ് അരി വയ്ക്കാറ്. പിന്നെ ഞാൻ നേരെ സിറ്റൗട്ടിൽ വന്ന് ചായ കുടിക്കും കേട്ടോ. ചായക്ക് ഇന്ന് കഴിക്കാനായിട്ട് ഇലയടയായിരുന്നേ. ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് അടയായിരുന്നു കേട്ടോ കഴിക്കാൻ. കാശിതേ അകത്തിരുന്ന് TV കാണുന്നുണ്ടേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെടി നനയ്ക്കാനായിട്ട് കാശിതേ വെളിയിലോട്ട് ഇറങ്ങിട്ടോ. ഞാൻ അന്നേരം മുറ്റം അടിച്ചു വരുവാണേ. അവൻ്റെ ചെടിക്ക് വെള്ളം നനച്ചുകൊണ്ടിരിക്കും കേട്ടോ. നമ്മുടെ മുറ്റത്ത് മൾബറി ചിലതൊക്കെ പഴുത്തിട്ടുണ്ടേ, ചിലതൊക്കെ പഴുക്കാറായി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മുറ്റത്ത് പേരയ്ക്ക ഒരെണ്ണം പഴുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ സൈസ് പേരയ്ക്ക കേട്ടോ. പിന്നെ കാശിതേ മൾബറി പറിക്കാനായിട്ട് നോക്കുന്നുണ്ട്, അവൻ എത്തുന്നില്ല. പിന്നെ ഞാൻ അവന് പറിച്ചു കൊടുത്തേ. അവന് പഴുത്ത മൾബറി വലിയ താല്പര്യമില്ല കേട്ടോ, പുളിയുള്ളതിനോടാണ് താല്പര്യം. പിന്നെ ഞങ്ങളതേ അടുത്ത സ്ഥലത്തേക്ക് മിറ്റം അടിക്കാൻ പോവുകയാണേ. നമുക്ക് ഒത്തിരി മിറ്റം ഉണ്ട് കേട്ടോ അടിക്കാൻ. പിന്നെ അടുത്ത പേരയ്ക്കയും കൂടെ പഴുത്തിട്ടുണ്ട്. ഇതൊരുവിധം വലിയ പേരയ്ക്ക കേട്ടോ. കാശിതേ അവൻ്റെ ചീരയ്ക്ക് വെള്ളം ഒഴിക്കുവാണേ. പിന്നെ ഞങ്ങൾ വീടിൻ്റെ അകത്ത് വന്നത് ഷേക്ക് കുടിക്കും കേട്ടോ. ചൂടൊക്കെ അല്ലേ. പിന്നെ ഞാൻ അവന് നേരെ പോയി കുളിപ്പിച്ച് കൊണ്ടുവന്നു കേട്ടോ. അവന് ഫുഡ് കൊടുക്കുവാണേ. ഫുഡ് കൊടുക്കുന്നത് വലിയൊരു ടാസ്ക്കാണ്. അത് കഴിഞ്ഞ് ഞാനും ചെന്ന് കുളിച്ചു കേട്ടോ. പിന്നെ ഞാൻ അവനെ പഠിപ്പിക്കാനിരുത്തിയേ. എഴുതുന്നത് വലിയ ഇഷ്ടമൊന്നും അല്ല കേട്ടോ, എന്നാലും ഞാൻ പിടിച്ചിരുത്തി. കുറച്ച് നേരമൊക്കെ എഴുതി കേട്ടോ. പിന്നെ അവന് ദേഷ്യം വന്ന് തുടങ്ങിയേ. എഴുതി കഴിഞ്ഞതോ അവൻ്റെ സ്ലേറ്റും പെൻസിലും ബാഗിലെടുത്ത് വെക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ പോയി കിടന്നുറങ്ങിയേ. ടാറ്റാ.